ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവിൽ വരുന്ന ഒരു ഡിസൈനാണ്. നമ്മളിതിന് മുൻപേ ചെയ്തിരുന്ന വീഡിയോ ഇല്ലേ, അതിനകത്ത് കണ്ട ആ സെയിം സ്ലീവ് ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ സ്ലീവിലേക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത്. നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ചെയ്ത ബ്ലൗസിൻ്റെ കയ്യിൽ വരുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഷുഗർ ബീഡ്സ് മാത്രം മതി. പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നോർമൽ നീഡിൽ നമ്പർ 9 ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ആദ്യമേ നമുക്ക് സൂചി കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ 5 ഷുഗർ ബീഡ്സ് വീതം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരി വർക്കൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു പെർഫെക്ഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ചെയ്യണം കേട്ടോ. 5 ബീഡ് ഇതുപോലെ സൂചിയിൽ നിന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം അത് താഴേക്ക് കുത്തിയിറക്കിയതിന് ശേഷം നമ്മൾ ബാക്കിന്ന് 2 ബീഡ് പുറകിലേക്ക് ആക്കിയതിന് ശേഷം കുത്തിയെടുത്തിട്ട് വീണ്ടും ആ ബീഡിനുള്ളിലൂടെ നമ്മൾ നൂല് കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ആ 2 ബീഡിനുള്ളിലൂടെ നൂല് കടത്തിയെടുക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ 5 ബീഡ്സ് സ്റ്റിച്ച് ചെയ്യും. വീണ്ടും ഇതുപോലെ ബാക്കിൽ നിന്ന് കുത്തിയെടുത്ത് 2 ബീഡിനുള്ളിലൂടെ സൂചി കടത്തിയെടുക്കും. അങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സെക്യൂറായിട്ട് അവിടെ നിൽക്കാനായിട്ടാണ്, നല്ല സ്റ്റിക്കിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മുത്ത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇളകി പോവുമോ അങ്ങനെ ഇളകി കിടക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു ലൂസ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ആരി വർക്കിൻ്റെ പെർഫെക്ഷൻ കിട്ടും. അതുപോലെ മുത്തുകൾക്കിടയിൽ ഗ്യാപ്പ് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്, എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഈസി സ്ലീവ് ഡിസൈനാണ്. നമ്മളൊരു സ്റ്റെമ്മ് പോലെ വരുന്നത് ഈ ഒരു രീതിക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ, അതായത് ഇതിന് മുൻപേ ചെയ്തിരുന്ന വീഡിയോയിൽ കാണിച്ച സെയിം അതേ മെത്തേഡ് തന്നെയാണ് ബാക്കി ഫോളോ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ വരുന്നത്. അപ്പോൾ സ്ലീവിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുകൂടെ ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളിക്കാതിരുന്നത് വീഡിയോ ലെങ്തായി പോകും തോന്നിയതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിക്ക് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സെൻറ്ററിൽ ഒരു ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ റൗണ്ടിൽ ഇതേപോലെ ബീഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 8 ബീഡാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഷുഗർ ബീഡ്സ് തന്നെ വെച്ചിരുന്നതുകൊണ്ടാണ് 8 ബീഡ് വെക്കുന്നത്. ഷുഗർ ബീഡ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലിയൊരു റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് 1-2 ബീഡൂടെ കൂടുതൽ വേണ്ടി വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ 8 ബീഡ് എടുത്തിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഇതേ സെയിം രീതിയിലാണ് നമ്മളിതിന് മുൻപ് ചെയ്തിരുന്ന നെക്ക് ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു രീതി തന്നെ, ആ വീഡിയോ കണ്ടവർക്കറിയാം, ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യണേ. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളത് 4 വശങ്ങളിലും ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. ഈ ഒരു രീതിക്ക് നമ്മൾ 2 സൈസിൽ, അതായത് ഒരെണ്ണത്തിന് ലെങ്ത് കൂടി അതിനടുത്ത് വരുമ്പോൾ ലെങ്ത് കുറഞ്ഞ് വീണ്ടും ലെങ്ത് കൂടി ആ ഒരു രീതിക്കാണ് ചെയ്യണേ. അപ്പോൾ തമ്പനയിലെ ആ ഒരു ഡിസൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഓണം വെയർ സ്പെഷ്യൽ ഡിസൈൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ഏതൊരു തരം ഡ്രസ്സ് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഇനി ഈവൻ നമുക്ക് ബ്ലൗസിലല്ലാതെ കുർത്തിയുടെ സ്ലീവിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഏത് കളർ ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഭയങ്കര എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കുറച്ച് റൗണ്ട് ബീഡോ അല്ലെങ്കിൽ സ്റ്റോണോ ആ ഒരു രീതിക്ക് വെച്ച് കൊടുക്കാം. ഞാൻ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ചാനലൊന്ന് ചെക്ക് ചെയ്താൽ അത് അറിയാം കേട്ടോ. ഞാൻ ഓണം സ്പെഷ്യലായിട്ട് ചെയ്തിരുന്ന ഒരു വീഡിയോയാണത്. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കിത് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഔട്ട്ലുക്ക് നല്ലപോലെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ നൂല് കെട്ടിട്ട് കൊടുക്കണേന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്തായിരുന്നു ആക്ച്വലി, പക്ഷേ എൻ്റെ അത് മിസ്സായി. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഉറപ്പായിട്ട് അത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ഇട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.